ഇപ്പോൾ സാമൂഹികമായി നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ അടിമത്വം ഉണ്ടായിരുന്നു, ഇവിടെ ജന്മിത്വം ഉണ്ടായിരുന്നു, തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള വംശഹത്യകൾ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിലനിന്നിരുന്നു. അതിനോടെല്ലാം സമരം ചെയ്ത് പലയിടത്തും ഒരു പരിധിവരെ അതിനെയൊക്കെ മറികടന്ന് പല സാമൂഹിക ദുരാചാരങ്ങളെയും ഇല്ലായ്മ ചെയ്ത് മനുഷ്യൻ മുന്നോട്ട് കുതിച്ചു. അതോടൊപ്പം മനുഷ്യൻ്റെ കുടുംബ സംവിധാനം എന്ന് പറയുന്ന ഒരു സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ കുടുംബവും വൈവാഹിക ജീവിതവും കുടുംബ സംവിധാനവും ഇവിടെ നിലനിർത്തിക്കൊണ്ടുപോരുന്ന ഒരു സാഹചര്യം മനുഷ്യന് അതങ്ങനെ നിലനിർത്തിപ്പോരാൻ സാധിച്ചു. ഈ സിസ്റ്റത്തിനപ്പുറത്തേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള ദുരന്തങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ച് അത് മതവിരുദ്ധ ആശയങ്ങളിലേക്ക് കടന്നു ചെന്ന് പിന്നീട് ലൈംഗിക സ്വാതന്ത്ര്യവാദം വ്യാപകമായി. ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം എന്നോണം ഒരു ഭാഗം, പൂർണ്ണമായും അങ്ങനെയാണെന്നല്ല എങ്കിലും വലിയ ഒരു പ്രതിഫലനം എന്നോണം ഇവിടെ വലിയ രൂപത്തിലുള്ള മാരകമായ രോഗങ്ങൾ മനുഷ്യരിൽ വ്യാപിച്ചു. ഇപ്പോൾ വീണ്ടും ഒരു ഭാഗത്ത് മനുഷ്യൻ്റെ ഭൗതിക ജീവിതം പുരോഗതി പ്രാപിക്കുമ്പോൾ മറുഭാഗത്ത് ധാർമ്മിക ചട്ടക്കൂടിൽ നിന്ന് മനുഷ്യനെ പുറത്തു ചാടിച്ച് ധാർമ്മിക മൂല്യങ്ങളെ ചവറ്റുകൊട്ടയിലെറിഞ്ഞ് ഒരു പുതിയ ജീവിത രീതിയിലേക്ക് ആളുകളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളീയ സമൂഹം ഇത് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് കൂടുതൽ കാലമായിട്ടില്ല. എന്നാൽ ലോകത്ത് പല ഭാഗത്തും ഇത്തരം ആശയങ്ങളുടെ പ്രചാരണം അതിശക്തമായ നിലക്ക് നടന്നിട്ടുണ്ട്. ഇത്തരം ജീവിത രീതികൾക്ക് വലിയ പ്രോത്സാഹനം നൽകി ആളുകൾ അതിലേക്ക് കൂട്ടത്തോടെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആ സമൂഹങ്ങളെല്ലാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു.